ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പറയുവാൻ അദ്ദേഹത്തെ പറ്റി പറയുവാൻ വാക്കുകളില്ല. അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അദ്ദേഹം 72 മ്യൂണിക് ഒളിമ്പിക്സിലാണ് ഇന്ത്യ പ്രതികരിച്ചിട്ട് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മെഡലടിക്കണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അദ്ദേഹം ഈ കളിയിൽ കെങ്കേമനാണ്. അദ്ദേഹത്തിൻ്റെ ആ കളീനെ പറ്റി വർണ്ണിക്കാമെങ്കിൽ അദ്ദേഹത്തിനെ കട്ട് ചെയ്തിട്ട് ആർക്കും ഗോളടിക്കാൻ കഴിയില്ല, ഒരാൾക്കും ഡീൻ്റെ അകത്ത് കയറാൻ കഴിയില്ല. ഇയാൾ അറ്റാക്ക് ചെയ്യില്ല. അറ്റാക്ക് വേറൊരു സ്റ്റൈലാണ്. ആ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് കളിക്കാരൻ്റെ ഈ വാരിപ്പള്ളക്കായിരിക്കും കൊള്ളുക, അതാരും അറിയില്ല. അങ്ങനെയാണ് പാകിസ്ഥാനെതിരായിട്ട് ഫൈനലിന് കളിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ എതിരായിട്ടുള്ള ടീമിന് ഇതേമാതിരി അടിച്ചിട്ടാണ് അമ്പയർ പെനോൾട്ടി ക്ലെയിം ചെയ്ത്. അദ്ദേഹം പെനോൾട്ടി ക്ലെയിം ചെയ്ത് ഇങ്ങനെ അന്ന് ഇതൊന്നുമില്ല, ഹെൽമെറ്റോ കാര്യമൊന്നുമില്ല, വെറും പാഡ് മാത്രമേ ഉള്ളൂ. ആ പാഡ് ഇട്ടിട്ടാണ് അദ്ദേഹം ഗോൾ കീപ്പ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ പുഷിങ്ങാന്ന് പെനൽറ്റി സ്ട്രോക്ക് പുഷ് ചെയ്ത പാടനെ അദ്ദേഹം ബോളിങ്ങനെ വരുന്ന കണ്ടിട്ട് ഈ നെറ്റ് കൊണ്ടാണ് അദ്ദേഹം തെറിപ്പിച്ചിട്ട് ഔട്ടാക്കിയത്. എന്നിട്ടും അന്ന് ഗോള് വീണില്ല. അങ്ങനത്തെ ലാസ്റ്റ് നിമിഷത്തിലാണ് അദ്ദേഹം ബാക്കിനെ ട്രിബിൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ കട്ട് ചെയ്തിട്ടാണ് അടിച്ചുവിട്ട ഗോള്. ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ സ്കൂളിലൊക്കെ ഇത്തരം അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ASCയിൽ കോട്ടയം റിക്രൂട്ട് ഉണ്ടായത്. വീട്ടുകാരൊന്നും അറിയില്ല. അന്ന് വീട്ടുകാരൊന്നും പട്ടാളത്തിലേക്ക് അയക്കുമല്ലോ ഭയപ്പെട്ടിട്ട്. അങ്ങനെ മൂപ്പർ പോയതാണ് ASCയിൽ ആളെ എടുക്കുന്നു പറഞ്ഞിട്ട്. സർട്ടിഫിക്കറ്റ് കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് മൂക്കറ ഫിഗർ കണ്ടുകൊണ്ട് പട്ടാളത്തിലേക്ക് സെലക്റ്റായി. മൂപ്പർ ബാംഗ്ലൂരിൽ ചെറിയ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ 10-15 വയസ്സായിട്ടുണ്ട്, 14 വയസ്സായിട്ടുണ്ട് അന്ന് പഠിക്കുമ്പോൾ അന്ന് പോയത്. ബോയ്സിലാണ് അന്നാടെ പട്ടാളത്തിൽ ചേർന്നത്. അങ്ങനെ ASC ടീമിന് വേണ്ടി ഗോൾ വലയം കാത്ത് ബംഗാളിൽ ഈസ്റ്റ് ബംഗാളിനെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ ഈ കളിയിനോടും കായിക മേഖലയിനോടൊക്കെ ഒരു ആവേശം ഉണ്ടായിരുന്നു. അത് അന്നുണ്ട്. അന്ന് ഫുട്ബോളിലും ഭയങ്കര ആവേശമുണ്ട്. ഫുട്ബോളാണ് കളിച്ചു തുടങ്ങിയത്. അതാ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെ AOCയിലാണ് അന്ന് ഇതായത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. AOC ബാംഗ്ലൂർ, ASC സെക്കൻഡറാബാദ്. ഈ ASC സെക്കൻഡറാബാദ് റിക്രൂട്ടായ അവിടെ നിന്നാണ് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ആയത്. അങ്ങനെ ഇദ്ദേഹത്തിന് കിട്ടൂലമായിരുന്നു. അങ്ങനെ ഒരു കേണൽ റെക്കമെൻഡ് ചെയ്തിട്ടാണ് മാനുവൽ ഫെഡറിക്കിൻ്റെ ഗോള് വലയം കൊടുക്കണം എന്നും പറഞ്ഞിട്ടാണ് അന്ന് ചരിത്രമായി. അതാ ചരിത്രം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അന്ന് പെനോൾട്ടി സ്ട്രോക്ക് ചെയ്തവരാ പറഞ്ഞേ ഇത് ഇന്ത്യൻ്റെ ദിവാറാന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ്റെ ദിവാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ചുമരാന്നാണ് പറഞ്ഞത്. അത്രയും ഇതാണ്. വേറൊരു ഇന്ത്യയുടെ കുടുംബത്തിനും ഒരു വലിയ അഭിമാനമാണ്. അത് അഭിമാനമുണ്ട്. അന്ന് TV ചാനലൊന്നും ഇല്ലല്ലോ, ന്യൂസല്ലേ. അങ്ങനെ നാഷണൽ ടാക്കീസ് ഉണ്ടായിരുന്നു. നാഷണൽ ടാക്കീസിലാണ് ഇന്ത്യൻ്റെ കളീൻ്റെ ന്യൂസ് നമ്മൾ ചെറുതിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ കണ്ടത്. ആ ന്യൂസ് ഇന്നും അദ്ദേഹം കാണുന്നു ഇങ്ങനെ ബോൾ പോകുന്ന അദ്ദേഹം ഈ നെറ്റ് കൊണ്ടും ഭൂമിയിൽ ഇങ്ങനെ അടിക്കുക ചെയ്ത് ആ ഗോള് വീഴുമ്പോൾ അത്രയും വേദനയോടെയാണ് അവർ ഉണ്ടായത്. അങ്ങനെ 2ാം സ്ഥാനത്തേക്ക് വേണ്ടി വീണ്ടും ഒരു കളിയുണ്ടായിരുന്നു. ആ 2ാം സ്ഥാനത്തേക്ക് വേണ്ടി കളിച്ചിട്ട് ഇന്ത്യൻ ഹോക്കിയിലെ ടൈഗർ തന്നെ പല പേരുകളുണ്ട്. എന്താണ് നിങ്ങളുടെ ഈ പിന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? കുടുംബം എന്ന് പറഞ്ഞാൽ പെങ്ങന്മാരെയും അമ്മയും അച്ഛനും എല്ലാം ലീവ് കിട്ടുമ്പോൾ ഓടി വരും. 72 ഒളിമ്പിക്സിൽ വരുമ്പോൾ അന്ന് ടേപ്പ് റിക്കാർഡൊന്നും ഇല്ല ഭരണശ്ശേരിയിലൊന്നും. മൂപ്പറാന്ന് അന്നത്തെ ഇത് അവിടെ ഭരണശ്ശേരിയിൽ ആദ്യം കൊണ്ടുവന്നത് തന്നെ ആ ടേപ്പ് റിക്കാർഡ്. അത് ഇന്നുണ്ട് നമ്മളെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഇടവേള കിട്ടിയാൽ ഓടി വീട്ടിലേക്ക് വരും. വീട്ടിനുമായി ബന്ധം പിന്നെ എല്ലാ കൊല്ലത്തിലും വരും. കൊല്ലത്തിൽ അന്ന് സ്റ്റേറ്റ് ബാങ്കിൽ ഇത് ചെയ്യണമല്ലോ, ഇത് ചെയ്യണമല്ലോ വർഷത്തിലൊരിക്കൽ. അപ്പോൾ ആ സ്റ്റേറ്റ് ബാങ്കിൽ വരും. പിന്നെ പള്ളിയിലെ കാര്യങ്ങളുണ്ട്. പള്ളിയിൽ CSI പള്ളിയിൽ ഈ രോഗങ്ങൾ തളർത്തിയ സമയത്ത് അവസാന ഘട്ടത്തിൽ പോലും ഹോക്കിയുടെ അപ്ഡേഷനുകളൊക്കെ കൃത്യമായി നോക്കിയിരുന്നു അല്ലേ? ഈ PR ശ്രീജേഷിന് അംഗീകാരം കിട്ടിയ സമയത്തും അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് അന്ന് 20 ലക്ഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞ് എടാ എനിക്ക് ധ്യാൻ ചന്ദ് അവാർഡ് കിട്ടണം, എന്താ ചെയ്യേണ്ടതെന്ന്.
ഞാൻ എസ് പിൻ്റെ വെരിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞ് ഞാൻ എസ് പിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് 5 കൊല്ലം 4 കൊല്ലം എസ് പിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വെരിഫിക്കേഷൻ, പോലീസ് വെരിഫിക്കേഷൻ വേണം. 5ാമത്തെ കൊല്ലം ധ്യാൻചന്ദ് അവാർഡ് കിട്ടിയത്. ധ്യാൻചന്ദ് അവാർഡ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ആണ് ധ്യാൻചന്ദ് അവാർഡിൻ്റെ പ്രൈസ് മണി. അതും മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട്, ധ്യാൻചന്ദ് അവാർഡ്. എന്തായാലും അഭിമാനമാണ് നാടിനും അല്ല. മൂപ്പർക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും സഹായിച്ചില്ല. ഒരു ഒളിമ്പിക് മെഡലിസ്റ്റ് എന്ന് വന്നിട്ട് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ പള്ളി കമ്മിറ്റിക്കാർ അന്ന് സ്വീകരിച്ചത്. അന്ന് വലിയ ഇതൊന്നുമില്ല. 72 അപ്പോൾ എനിക്ക് 22 വയസ്സുണ്ട്. പിന്നീടും അങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിന്റെ വേണ്ട അംഗീകാരം ലഭിച്ചില്ല എന്നാണ്. അതെ, അന്ന് ലഭിച്ചിട്ടില്ല. അന്ന് ലഭിച്ചെങ്കിൽ സർക്കാർ വേണ്ടത് ചെയ്യണ്ടേ. അന്ന് പള്ളി കമ്മിറ്റിക്കാരെ ബാൻഡ് മൂട്ടിയിട്ട് കൊണ്ടുപോയത്. നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോരായ്മ ഉണ്ട് ഈ സ്പോർട്സ് പരമായിട്ട് അത് അവർ കൈകാര്യം ചെയ്യുന്നില്ല. ഒരു സ്പോർട്സ് പ്രേമീനെ അവനെ വളർത്തിക്കൊണ്ടിരണോ, അവനെ നോക്കണം. ഈ ജപ്പാനും ചൈനയെല്ലാം നോക്കിയത് നിങ്ങൾ ചെറുതിലെയാണ് സ്പോർട്സ് പരമായിട്ട് ഈ വളർത്തുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. അതെല്ലാം നിങ്ങൾ പത്രക്കാരനെ വേണ്ടുന്നത് ചെയ്യിക്കണം.